ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, അധ്യാപകർ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വമായ നമസ്കാരം. ദൈവം വിളിക്കുന്നിടത്ത് സ്നേഹത്തോടും വിശ്വാസത്തോടും മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ മുഖ്യന്മാർ. ഈ വാക്കുകൾ അർത്ഥവത്താക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് മോൺസിഞ്ഞൂർ ജോസഫ് കുഞ്ഞാലിലച്ചൻ. കേരള സഭയ്ക്ക് ലഭിച്ച് വിലമതിക്കാനാവാത്ത ഒരു മഹത്തായ ആത്മീയ നേതാവും ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷന്റെ സ്ഥാപകനുമായ അദ്ദേഹം തന്റെ ജീവിതം സഭയ്ക്കും ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ചു. സമൂഹത്തിൽ ഏറെ ദരിദ്രരും രോഗികളും വിദ്യാഭ്യാസമില്ലാത്തവരും അവഗണിക്കപ്പെട്ടവരും ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവരെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ഒരു സന്യാസ സമൂഹം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന്റെ ഫലമായാണ് ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷൻ രൂപം കൊണ്ടത്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ലക്ഷ്യം പ്രാർത്ഥനയിലൂടെ വളരുക മാത്രമല്ല, മറിച്ച് ദൈവസ്നേഹ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക കൂടി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിയർ സിസ്റ്റേഴ്സ്, ഇന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സേവനം, മിഷൻ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അനേക പേരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചമാകുന്നു. മോൺസിഞ്ഞൂർ ജോസഫ് കുഞ്ഞാലിലച്ചൻ നമ്മളെ എപ്പോഴും പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: പ്രാർത്ഥനയും പ്രവൃത്തിയും തിരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമെന്നും മനുഷ്യനെ സേവിക്കുന്നതിലൂടെ ദൈവത്തെ സേവിക്കാൻ പറ്റുമെന്നും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ആകാശം പിടിഞ്ഞു വീണാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ സ്ഥാപക പിതാവിന്റെ ഈ വാക്കുകൾ സ്കൂൾ കോറിഡോറുകൾ എഴുതിയിരിക്കുന്നത് നിരന്തരം വായിച്ച് ഞങ്ങൾ കടന്നു പോകാറുണ്ട്. ചില സമയങ്ങളിൽ അവ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാറുണ്ട്. ഇതുവരെ ചുവരിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളല്ല, മറിച്ച് ദൈവപരിപാലനത്തിൽ ജീവിച്ച് വളർന്നു വന്ന ഒരു വിശുദ്ധ ഹൃദയത്തിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നേക്കാം, തോൽവികൾ സംഭവിച്ചേക്കാം, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒന്നും നടക്കാതെ പോയേക്കാം. അത്തരം നിമിഷങ്ങളിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ വെളിച്ചമാകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ലോകം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. സാങ്കേതിക വളർച്ച മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് നയിച്ചെങ്കിലും പലപ്പോഴും മനുഷ്യ ഹൃദയങ്ങൾ ഒറ്റപ്പെടാറുണ്ട്. മത്സരം വർദ്ധിക്കുമ്പോൾ കരുണയില്ലാതാകുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, സൗകര്യം വർദ്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ഇല്ലാതാകുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു ഇന്നത്തെ ലഹരിയും മയക്കുമരുന്നും സോഷ്യൽ മീഡിയയും എല്ലാം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ യുവജനങ്ങൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ ജീവൻ തന്നെ പലപ്പോഴും നഷ്ടമാകുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിൽ മോൺസിഞ്ഞൂർ ജോസഫ് കുഞ്ഞാലിലച്ചന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: ജീവിതത്തിന്റെ ശക്തി പ്രാർത്ഥനയിലും സേവനത്തിലും സ്നേഹത്തിലുമാണ്. ഇന്ന് നാം നമ്മുടെ സ്ഥാപക പിതാവിനെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മുറുക്കെ പിടിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയാകട്ടെ. അദ്ദേഹം തെളിച്ച ദീപത്തിന്റെ ഓരോ മെഴുകുതിരിയും അണയാതിരിക്കട്ടെ. എങ്കിൽ നമ്മൾ നല്ല വിദ്യാർത്ഥികൾ മാത്രമല്ല, നല്ല മനുഷ്യരും ദൈവത്തിൽ വളർന്ന നല്ല മക്കളുമാണ്. അദ്ദേഹം തെളിച്ച ദീപത്തിൽ നിന്ന് ഓരോ മെഴുകുതിരിയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തെളിയട്ടെ. അതായിരിക്കാം നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ആദരാഞ്ജലി. നന്ദി, നമസ്കാരം.